ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരാൾ 10,000 ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്തോ ഇൻവെസ്റ്റ് ചെയ്തോ ഒക്കെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പേഴ്സണൽ ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്തുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും നമുക്ക് എങ്ങനെ ഈ ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സേവ് ചെയ്യണോ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ ഓരോ ആളുകളുടെയും പ്രിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു കമ്പാരിസണും ഒരു സ്ട്രക്ചർ അപ്രോച്ചിൽ നമ്മൾ പോവുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് 10,000 റുപ്പീസ് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നത് മാത്രമാണ്. നേരെ മറിച്ച് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ 10,000 റുപ്പീസ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഷോർട്ട് കട്ടുകളോ അല്ലെങ്കിൽ അതിൻ്റെ സൂത്രപ്പണികളോ ഒന്നും ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരാൾ സേവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി 10,000 ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് അലക്സ് ജേക്കബ്. വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ സേവ് ചെയ്തുകൊണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും നമുക്ക് മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഓരോ ആളുകളുടെ പ്രിഫറൻസ് മാത്രമാണ് ഏത് രീതിയിൽ അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുള്ളത്. 10,000 എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിലോ കുറവ് ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിലോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചൊന്ന് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ സേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടൂൾസ് ഒക്കെ അതുപോലെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു ക്യാൻ അറൈവ് ഓൺ യുവർ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് സേവിങ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ പോകുന്ന ആളുകൾ എന്തായിരിക്കും ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. സേവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഗ്യാരണ്ടീഡ് ആൻഡ് ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ്. അപ്പോൾ ഇതിനായിട്ട് ആളുകൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളൊക്കെ ആയിരിക്കും. കാരണം നമ്മുടെ ഡെപ്പോസിറ്റിന് കൃത്യമായിട്ട് ഒരു ഫിക്സ്ഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് അവിടെ ഉണ്ട്. അപ്പം നമുക്ക് എത്രയാണ് തിരിച്ച് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് കണ്ടീഷൻസ് ഒന്നും അതിന് ഒരുപാട് അഫക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 റുപ്പീസ് മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു വർഷത്തിൽ ഏകദേശം 1,20,000 രൂപയെങ്കിലും നമുക്ക് റിട്ടേൺസ് കിട്ടിയിരിക്കണം. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7% മുതൽ 8% വരെയാണ്. എന്നാലും നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് 6% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര രൂപ നിക്ഷേപിച്ചാലാണ് എനിക്ക് 6% പലിശ കണക്കാക്കിയാൽ എനിക്ക് ഈ പറയുന്ന 1,20,000 രൂപ ഒരു വർഷം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? സിമ്പിൾ മാത്ത് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുല നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 20 lakhs എങ്കിലും ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഒരു വർഷം 6% പലിശ കിട്ടുകയാണെങ്കിൽ 1,20,000 രൂപ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മാത്തമാറ്റിക്കലി നമുക്ക് മനസ്സിലായി 1,20,000 രൂപ ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മന്ത്ലി നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ നമ്പർ കിട്ടില്ല. കാരണം ഇവിടെയാണ് ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TDS എന്ന് പറയുന്ന നികുതി ബില്ലിനായിട്ട് എത്തുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ ടാക്സ് ലാബ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പലിശ ഇനത്തിൽ നിങ്ങൾക്ക് ഒരു വർഷം 40,000 രൂപയുടെ മുകളിൽ നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ മുകളിൽ എത്ര എമൗണ്ട് ആണോ വരുന്നത് അതിൻ്റെ 10% നിങ്ങൾ TDS അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ഇത് 50,000 മുകളിലാണ്, അല്ലാത്ത ആളുകൾക്ക് ഇത് 40,000 മുകളിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ കണക്കനുസരിച്ച് ഒരു വർഷത്തിൽ 1,20,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 40,000 രൂപ മാറ്റിവെച്ച് ബാക്കിയുള്ള 80,000 രൂപയ്ക്ക് നമ്മൾ TDS അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് 80,000ന്റെ 10% എന്ന് പറയുന്നത് 8,000 റുപ്പീസ് ആണ്. അപ്പോൾ ഒരു വർഷത്തിൽ നമ്മുടെ 8,000 റുപ്പീസ് ആണ് അവർ ഡിഡക്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 10,000 രൂപയ്ക്ക് വരും 9,300 രൂപയായിട്ട് കുറയും. പക്ഷേ പ്രൊവൈഡഡ് നിങ്ങൾ ബാങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ രീതിയിലുള്ള ഡിഡക്ഷൻ സംഭവിക്കുന്നത്. നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേസിൽ സംഭവിക്കാൻ പോകുന്നത് 20% ഡിഡക്ഷനാണ്. നിങ്ങളുടെ പാൻ കാർഡ് ബാങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ 20% പിടിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 8,000 പകരം 16,000 രൂപയായിരിക്കും നിങ്ങളുടെ കിട്ടുന്ന പലിശയിൽ നിന്ന് ബാങ്ക് ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഒരു മാസം കിട്ടാൻ പോകുന്നത് 8,600 അടുപ്പിച്ചുള്ള ഒരു എമൗണ്ട് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബാങ്കിൽ നിങ്ങൾ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡ് ലിങ്ക് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം, നമുക്ക് ഈ TDS ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും TDS നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ പലിശ മാത്രം വാങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പുതിയ സ്ലാബ് അനുസരിച്ച് 3 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനത്തിന് താഴെയാണ് നിങ്ങളുടെ വരുമാനം എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം 15G അല്ലെങ്കിൽ ഫോം 15H. ഫോം 15G എല്ലാവർക്കും കൊടുക്കാം. സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് ഫോം 15H ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് നിങ്ങളൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. എൻ്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയുടെ താഴെയാണ്, അല്ലെങ്കിൽ അന്നത്തെ ഇൻകം ടാക്സ് സ്ലാബ് എത്രയാണോ ആ ടാക്സബിൾ ഇൻകത്തിൻ്റെ താഴെയാണ് എൻ്റെ വാർഷിക വരുമാനം എന്ന് നിങ്ങൾ
ഡിക്ലറേഷൻ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെച്യൂർ ആവുന്ന സമയത്ത് ബാങ്ക് TDS ചാർജ് ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് മറ്റു വരുമാന മാർഗ്ഗങ്ങളുണ്ട്, അതിൻ്റെ കൂടെയാണ് നിങ്ങൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ തീർച്ചയായിട്ടും TDS അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി NRI ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇങ്ങനൊരു ഡിക്ലറേഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം 3 ലക്ഷം വാർഷിക വരുമാനത്തിൻ്റെ മുകളിലായിരിക്കും ഒരു 99% NRIസിൻ്റെയും വരുമാനം. മാത്രമല്ല NRI ആയിട്ടുള്ള ആൾക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനും പാടില്ല എന്നുള്ള റൂൾ ഉള്ളത് കൊണ്ട് TDS നമുക്ക് പിടിച്ചു പോകുന്നത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഫോം 15G and H ഡിക്ലറേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. സോ ബാക്ക് ടു യുവർ ഒറിജിനൽ പ്രോബ്ലം, മന്ത്ലി 10,000 ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 20 lakhs എങ്കിലും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. ഒരു 7% ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു 17 lakhs ഒക്കെ മതിയായിരിക്കും ഈ പറയുന്ന ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട്. ബട്ട് സ്റ്റിൽ അത്രയും എമൗണ്ട് എങ്കിലും നമ്മുടെ കയ്യിൽ വേണം. ഇത് 10,000 മന്ത്ലി ജനറേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് 5,000 50,000 ഒക്കെ വേണമെങ്കിൽ ഈ സെയിം ഫോർമുലയും കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് റൂട്ടിലാണോ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ഉണ്ട്. നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് വഴി പല അസറ്റ് ക്ലാസ്സുകളിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം റിയൽ എസ്റ്റേറ്റ് ഒക്കെ കുറച്ചുകൂടെ നമുക്ക് വലിയൊരു ക്യാപിറ്റൽ വേണം. അതുപോലെ തന്നെ നമ്മുടെ ഈൽഡ് വളരെ കുറവാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ചിലപ്പോൾ കുറച്ച് റിസ്കി ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പം സാധാരണ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് വഴി ഇത്തരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. കാരണം അവിടെ ഒരു ഫണ്ട് മാനേജർ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ അവർ കെയർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പല അസറ്റ് ക്ലാസ്സുകളും വരുന്നുണ്ട്. നമുക്ക് ഡെറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഹൈബ്രിഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് റൂട്ടിലാണ് ഒരാൾ പോകുന്നതെന്നുണ്ടെങ്കിൽ 20 lakhs ഒരു 7% റിട്ടേൺസ് കിട്ടുന്ന ഒരു ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു റെഗുലർ സേവിങ്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ റിസ്ക് വളരെ കുറവാണ്. കാരണം അതൊരു ഡെറ്റ് ഫണ്ടാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം എന്താണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ലംസം എമൗണ്ട് അല്ലെങ്കിൽ ഒരു കോർപ്പസ് എമൗണ്ട് ഉണ്ട്. ഇത് നിങ്ങളൊരു പ്ലാനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾ അതിൽ നിന്ന് മന്ത്ലി വിഡ്രോവൽസ് എടുക്കുകയാണ്. അപ്പോൾ അതിനെയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഈ എമൗണ്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെ ഒരു ചെറിയ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു കോർപ്പസ് ഉണ്ടാകാം. അതിനുശേഷം നിങ്ങൾക്ക് ആ സ്കീമിനകത്തു നിന്ന് തന്നെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലേറ്ററിന്റെ പേരാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ കാൽക്കുലേറ്റർ. ഇത് നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ SWP കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ 20 lakhs rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 10,000 മന്ത്ലി അതിൽ നിന്ന് ഇൻകം എടുക്കാൻ ആഗ്രഹിക്കുന്നു. 7% ആണ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് എന്നുണ്ടെങ്കിൽ 30 വർഷത്തോളം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് 10,000 ഇൻകം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ അക്കൗണ്ടിൽ ബാക്കി 35 ലക്ഷത്തോളം രൂപ ബാക്കി ഉണ്ടായിരിക്കും. അതായത് 20 lakhs ഇട്ട ആൾക്ക് 35 ലക്ഷം തിരിച്ച് കിട്ടുന്നുമുണ്ട്, എന്നാൽ മന്ത്ലി നമുക്ക് ഈ 10,000 കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ മാജിക് ശരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ വിഡ്രോവൽ എടുക്കുന്നതിന്റെ കൂടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സമയം നമ്മൾ കൊടുത്താൽ മാത്രം മതി. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഈ 20 lakhs എത്ര നാൾ കഴിഞ്ഞാലും അത് 20 lakhs മാത്രമായിരിക്കും. കാരണം നമ്മൾ ആ ഇൻട്രസ്റ്റ് മാത്രം വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ 20 lakhs കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ 20 lakhs 35 lakhs ആവുകയും ചെയ്തു, നിങ്ങൾക്ക് 10,000 കിട്ടുന്നുണ്ട്. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. പക്ഷെ നമ്മളൊരു റിയൽ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടെ റിസ്ക് എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ ബെറ്റർ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അവർ കൺസിഡർ ചെയ്യുന്നത് ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഒരു 10 to 12% ആണ് അവരുടെ മൈൻഡിലുള്ള ഒരു ആവറേജ് റിട്ടേൺസിന്റെ കാൽക്കുലേഷൻ നമ്പേഴ്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ നിങ്ങളൊരു ഫെയർലി യങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഹൈബ്രിഡ് ഓർ ഇക്വിറ്റി ഫണ്ട്സ് തന്നെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫണ്ടിലാണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സെയിം 20 lakhs അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10,000 മന്ത്ലി ഇൻകം എടുക്കുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ 12% ആണെങ്കിൽ 30 വർഷം കണ്ടിന്യൂസ് ഈ 10,000 നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഉള്ള കോർപ്പസ് എന്ന് പറയുന്നത് 2,93,00,000 രൂപയാണ്. നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. മാത്സ് വിൽ നോട്ട് ലൈ, നമ്പേഴ്സ് വിൽ നോട്ട് ലൈ. ഇത് ചെയ്യാനുള്ള
പേഷ്യൻസ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 30 years കഴിയുമ്പം ഏകദേശം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്ത് എത്താൻ പോകുന്നത് ഈ ഒരു ലെവലിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇനി ഇത്രയും വലിയൊരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു കോർപ്പസ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെറിയ നമ്പേഴ്സ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഓൺ കാൽക്കുലേഷൻ ചെയ്യാം. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ടൂൾസിൽ നമ്പേഴ്സ് മാറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. യു ക്യാൻ ഫൈൻഡ് യുവർ ഓൺ നമ്പേഴ്സ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ വന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ടാക്സ് അടയ്ക്കണ്ടേ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളും ടാക്സ് അടയ്ക്കണം. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിന് നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അത് 2 രീതിയിലാണ് ഉള്ളത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും. അപ്പോൾ അത് അസറ്റ് ക്ലാസുകൾ അനുസരിച്ചും സെക്യൂരിറ്റികളൊക്കെ അനുസരിച്ച് അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇവിടുത്തെ എക്സാമ്പിളിൽ അവരൊരു ഇക്വിറ്റി ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 12 മാസത്തിൽ കൂടുതൽ അവർ ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 1 വർഷത്തിന് ശേഷം അവരത് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ അവർ ഏകദേശം 1,20,000 രൂപയാണ് അവർക്ക് വേണ്ട പ്രോഫിറ്റ് അല്ലെങ്കിൽ അവർ ബുക്ക് ചെയ്യേണ്ട എമൗണ്ട്. കാരണം അതാണ് നമ്മൾ മന്ത്ലി 10,000 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1,20,000 രൂപ നിങ്ങൾ ഒരു വർഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് 1,00,000 മുകളിലുള്ള എമൗണ്ട് എത്രയാണോ അതിൻ്റെ 10% ആണ് ടാക്സ്. അതായത് 20,000-ന് 10% എന്ന് പറയുമ്പോൾ 2,000 രൂപയായിരിക്കും അവിടെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. നേരെ മറിച്ച് ഇപ്പുറത്ത് നമ്മൾ 8,000 റുപ്പീസാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആൾ ടാക്സ് കൊടുക്കേണ്ടി വന്നത്. അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് 40,000 രൂപയുടെ മുകളിൽ വരുന്ന എമൗണ്ടിന് 10% കൊടുക്കേണ്ട സ്ഥാനത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ 1,00,000-ന്റെ മുകളിൽ വരുന്ന പ്രോഫിറ്റിന് മാത്രം 10% ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, സേവ് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ബട്ട് എഗെയിൻ ഇത് ആളുകളുടെ പ്രിഫറൻസ് മാത്രമാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, നിങ്ങൾ സേവ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരിക. കാരണം സേവ് ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് എപ്പോഴും ലെജിറ്റിമേറ്റ് ആയിട്ട് ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ജേണിയിൽ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.